വരാൻ കാര്യം നാണക്കേട് തന്നെയാണ്. എങ്കിലും വീണ്ടും ഗതികേട് വരാനുള്ളൊരു ഗതികേട് എന്ന് പറയുന്നത് വീണ്ടും അവൾ വന്നിട്ട് വായി തോന്നി എന്തോ വിളിച്ചു പറയുകയാണ്. അപ്പോൾ ഇതിനകത്ത് അവൾ കുറേ സ്ത്രീകളെക്കുറിച്ചും ഒരു കുട്ടിയെക്കുറിച്ചും ഒക്കെ ഞാൻ സെക്സ് ചെയ്തെന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ അങ്ങനെ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ത്രീയായിട്ട് സെക്സ് ചെയ്യുകയോ അതുകൂടാതെ ഫ്രഞ്ചൈസും കാര്യം പറഞ്ഞ് അങ്ങനെ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് അത് അവൾ തെളിയിക്കുകയാണെങ്കിൽ, നിയമവും കാര്യങ്ങളും ഒരുപാട് കാര്യമുണ്ട്, അങ്ങനെ അവൾ തെളിയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. അപ്പോൾ പ്രിയപ്പെട്ട ജനങ്ങളെ, കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി എല്ലാവരും റെഡി ആയിട്ട് നിന്നോ. അതിനുള്ളൊരു സാധനം ഈ വീഡിയോയിൽ വരുന്നുണ്ട്. ഞാനൊന്നും പറയുന്നില്ല, ബാക്കി ഇത് മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലെത്ത്. രണ്ടാമതുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ പറ. ഓക്കെ, ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് വരാം. ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഇയാൾ ചെയ്തു വെച്ച ഒരു അപരാധത്തെക്കുറിച്ച് സച്ചിന് തന്നെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അത് ഷഫീന ബിയുടെ ചാനലാണ് വന്നത്. അവിടെ ഇമാതിരി സാധനങ്ങളൊക്കെയാണ് കൂടുതൽ വരാറ്. എന്നാലും ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വന്നൊരു സാധനം ഞാൻ അവസാനത്തേക്ക് വെക്കാം. വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ തന്നെയാണ്. വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെയാണ് സമൂഹത്തിൽ നടക്കണേന്നുള്ളത് നിങ്ങളൊന്ന് അറിയുക. എന്നാലും ഫസ്റ്റ് സജ്നാനൂർ ഇട്ട കുറച്ച് വീഡിയോസ് ഉണ്ട്, അതിലേക്ക് വരാം. ആ ചെറ്റത്തരത്തെക്കുറിച്ച് ഞാൻ ആദ്യം സംസാരിക്കുക, അതായിരിക്കും നല്ലത്. പറ. പേടിയുണ്ടോ? എന്തോ മുഖത്തിനൊക്കെ ഭയങ്കര പേടി തോന്നിക്കുന്നല്ലോ. എടി, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഇപ്പം നന്നായിട്ട് വെള്ളം കുടിക്കണ്ടല്ലോ അല്ലേ? ഓരോന്ന് ഇവരായിട്ട് വന്ന് വാതുറന്ന് ഓരോന്ന് പറയും, അപ്പുറം സൈഡിൽ നിന്ന് വേറെ ഓരോന്ന് കിട്ടും. നല്ല തന്തയും തള്ളേട്ടാ. ഞാൻ ഒന്നും പറയുന്നില്ല, നല്ല ഭാര്യയും ഭർത്താവും. തന്ത നല്ലതെന്ന് പറഞ്ഞാൽ മക്കളുടെ കാര്യം ഓർത്തിട്ടാ. അതിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. നല്ല ഭാര്യയും ഭർത്താവും. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ആവരുതെന്ന് സമൂഹത്തിന് കാണിച്ചു തന്നതിൽ നല്ലത്. എന്നാൽ ആൾക്കാർ പഠിക്കൂല. ഇതിനേക്കാളും വലിയ അപരാധം നമ്മളെ നാട്ടിൽ നടക്കുന്നുണ്ട്. അത് വേറെ കാര്യം. ഈ മക്കളെ വെച്ചിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഡ്രാമ പരിപാടി, ഇങ്ങനത്തെ കുറേ പരിപാടികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് സ്ഥിരം. എനിവേ, സജന നൂറിന് പറയാനുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കേൾക്കാം നമുക്ക്. തന്തയും മക്കളെയും പിരിപ്പിക്കാതെ നോക്കിയതാ. അത് തന്നോടുള്ള ബഹുമാനമല്ല, എൻ്റെ കുഞ്ഞിന് കിട്ടട്ടെ, അവന് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം ഞാനൊരു തള്ള വിചാരിച്ചാൽ ഇല്ലാതാക്കാൻ പറ്റും. ഒരു തള്ള വേണ്ട, പോവേണ്ട, അങ്ങനെ ഇങ്ങനെയാണ്, വൃത്തിയേട്ടവനാണെന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങൾ വെറുക്കപ്പെടും. പക്ഷെ ആ കുഞ്ഞിന് ഇപ്പോഴും തന്നോടൊരു ഇഷ്ടം തോന്നിക്കാൻ കാരണം ഞാൻ ഒരൊറ്റ എൻ്റെ അവിതാര്യമാണ്, എൻ്റെ ഭിക്ഷയാണോ അത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മോനെ തനിക്ക് തരുന്നത് ഇനി തരുത്തില്ലടോ. കാരണം കുറച്ച് അലിഗേഷനും കൂടെ ഞാൻ തന്നെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു ആണും പെണ്ണും കെട്ടവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. സ്വന്തം മോളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ നിനക്ക് പീഡിപ്പിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ മോനെ താൻ. ഇവര് എന്ത് ചെറ്റത്തൊരു പറഞ്ഞു വെച്ചാണെന്ന് അറിയൂ. ശരിയാണ്, ഒരു ദേഷ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ പലതും പറഞ്ഞ് കാണിക്കണം, നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലത്ത് ഇത്രയും ഒരു ആൾ വന്നിട്ട് ഇത്രയും ഇതായിട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സജ്നാനൂറിനോട് എനിക്ക് പരമ പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഭാഗത്ത് എന്ത് ന്യായം ഉണ്ടായിക്കോട്ടെ, തെറ്റുണ്ടായിക്കോട്ടെ, പക്ഷെ ഒരു കുട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലേ, വളർന്നു വരുന്ന കുട്ടി, ആ കുട്ടി വലുതാവുമ്പോഴേക്കും ഇതൊക്കെ കാണും. പിന്നെ നിങ്ങളുടെ വയറ്റിൽ പുറണം കിടക്കുന്നുണ്ടെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അതാരുടെയാ? ആ ഒരു സാധനം വെച്ചിട്ടാണ് നിങ്ങൾ ഈ അവരാതൊക്കെ അയാളെക്കുറിച്ച് ഒന്ന് പറയുന്നത്. അയാൾ ആണും പെണ്ണും കെട്ട ആളാണെന്ന്. ശരി, അയാളെന്തും ആയിക്കോട്ടെ, നിങ്ങൾ പിന്നെ എന്തുന്നാ ചെയ്യുന്നത്? ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങളുടെ മക്കൾ. അവരുടെ ഉള്ളിലേക്ക് നിങ്ങൾ എന്തിട്ട് കൊടുക്കുന്നത്? ഇനി ജനിക്കാൻ പോകുന്ന ഒരാളെന്ന് പറഞ്ഞാൽ പോയിട്ട് കിടക്കുന്നുണ്ടല്ലോ, അത് വന്നു കഴിഞ്ഞാൽ ആ കുട്ടി കാണേണ്ടത് ഇതൊക്കെയാണോ നിങ്ങളെക്കുറിച്ച്? നല്ല ബെസ്റ്റ് തള്ളാന്ന് പറയും. എങ്ങനെ ഇരിക്കണം? എന്തെടുത്തിട്ട് കാണിച്ചു കൊടുക്കും തന്താരാന്നും പറഞ്ഞിട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിങ്ങനെ ഓരോന്ന് പറയുന്നതാണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്നുള്ളത് നിങ്ങൾ ആദ്യം ചിന്തിക്കണം. പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞോ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ കുട്ടികളെ വെച്ചിട്ട്, കുട്ടികളെ യൂസ് ചെയ്തിട്ട് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ഇമാതിരി പരിപാടി കാണിക്കുന്നത് വെറും ചെറ്റത്തരും. എന്നുവെച്ചാൽ ഇങ്ങനത്തെ കുറേ ലേഡീസ് ഉണ്ട്, മക്കളെ വെച്ചിട്ട്, മക്കളുടെ സെൻറ്റിമെൻറ്റ്സ് വെച്ചിട്ട് ലോകത്തുള്ള അപരാധം മൊത്തം ചെയ്തും വെക്കും, ലോകത്തുള്ള അപരാധം മൊത്തം കാണിക്കുകയും ചെയ്യും, പറയുകയും ചെയ്യും. എന്നിട്ട് മക്കൾ സ്നേഹം. എന്നാൽ മക്കളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോവാതെങ്കിലും ഇരിക്കും. അത് ചെയ്യില്ല. അതൊക്കെ ബാക്കിയുള്ളവരെ തെറ്റും. ഇപ്പോൾ ഇവരുടെ ലൈഫിൽ 2-3 കേസുകൾ ഇപ്പം തന്നെ ഫിറോസ് ഖാൻ തന്നെ പുറത്തിട്ടുണ്ട്. ഒരു ആൽബം ഡയറക്ടറൊപ്പം കണ്ട് പോയിട്ട് 1 മാസം അവിടെ നിന്നിട്ട് അവസാനം ഇയാളുടെ കരച്ചിലും ബീച്ചിലും കണ്ട് തിരിച്ചു വന്നു എന്നുള്ളത്. 1 മാസത്തോളം അവിടെ നിന്ന്. അതിൻ്റെ റസൂൽ പൂക്കുട്ടിയുടെ ഒരു കേസ്, പിന്നെ ദിയാസൻ ഉൾപ്പെടെ മറ്റു പലരും എക്സ്പോസ് ചെയ്യുന്നതിൽ അവർക്ക് വേറെയും ബന്ധങ്ങളുണ്ടെന്ന് പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന്, സജ്നാനൂറിൻ്റെ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് പറയുന്നതും ഫിറോസ് ഖാനും കുറേ പെമ്പിള്ളേരായിട്ട് ഡിങ്കോൾഫിക്ക സുഡാലി ഉണ്ടെന്നുള്ളത് അവരും പറയുന്നുണ്ട്. ഇതെൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഈ പിള്ളേരുടെ കേസ്. പഠിക്കണ മക്കളല്ലേ, നിങ്ങൾ സ്കൂളിൽ പോകണ്ടേ? നിങ്ങളൊരു 10 സ്കൂൾ മാറി അവരെ മാറ്റിക്കോ, എന്നാൽ മാറോ? നിങ്ങളിപ്പോൾ അത്രയും നോൺ ഫേസായി. ഇവർ തന്നെ ഈ വീഡിയോയിൽ വന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഫേമസ് ആക്കി, എല്ലാവരും കൂടി ഫിറോസ് ഖാനും കൂടി ഫേമസ് ആക്കിയെന്ന്. അത് തന്നെയാണ് ഇവിടെ വിഷയം. നിങ്ങളുടെ കുട്ടികളുടെ ഉൾപ്പെടെ ഫോട്ടോസ് ഉൾപ്പെടെ എല്ലായിടത്തും അവൈലബിൾ ആണല്ലോ ഗൂഗിളിലൊക്കെ. നമ്മൾ ആരെങ്കിലും എടുത്തിട്ട് വെക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ എക്സ്പോസ് ആക്കുന്നു, കുട്ടികളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ നശിപ്പിക്കുന്നു.
കുട്ടികളുടെ സ്നേഹവും പറഞ്ഞിരുന്ന നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊരു വലിയ അപരാധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഫിറോസ് ഖാൻ ആണെങ്കിലും അയാളും ആ ഒരു ഫസ്റ്റത്തെ 2 ഇൻസിഡൻറ്റ് തന്നെ അയാളും ഉണ്ടായിരുന്നാണ്. അയാളുടെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഫിറോസ് ഖാനൊക്കെ ഏത് വഴിക്ക് പോയിന്ന്. അപ്പോൾ ഓരോന്ന് ഇവർ തന്നെ എടുത്തിട്ട് ഇവർ വെളുപ്പിക്കാൻ വേണ്ടി ഇടുന്ന് പിന്നെ ഇതാവുന്നു. ഇപ്പോൾ ഈ ഫിറോസ് ഖാനെ കുറിച്ച് ഇത്രയും കഥകൾ വന്നിട്ട് ഇവരൊന്ന് പറയുന്നു. അതായത് സ്വന്തം മോന ഫിറോസ് ഖാൻ ഉപയോഗിക്കുന്നതാണ് ഇവർ പറഞ്ഞു വെച്ചാണ്. അയാൾ എന്തും ആയിക്കോട്ടെ, അയാൾ സ്വന്തം മോന, ഒരു ആൺകുട്ടിയാണ്. ആ കുട്ടീനെ ചേർത്തിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും കേൾക്കണ ഒരു തന്തയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സജ്ന. നിങ്ങൾ എന്ത് ഫ്രസ്ട്രേഷൻ്റെ വെറുതെ അല്ല ദിയ പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ട് കുഴപ്പമുണ്ട് ദിയ പറഞ്ഞു വെച്ച സ്റ്റേറ്റ്മെൻറ്റ് അതിൽ കിടക്കുന്നുണ്ട്. നോർമലായിട്ടുള്ള ഒരാൾ വന്ന് പറയത്തില്ല ഇങ്ങനെയൊക്കെ. സ്വയം മുഖം രക്ഷിക്കാനും സ്വന്തം മുഖം രക്ഷിക്കാനും അല്ലെങ്കിൽ സ്വന്തം ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ മറ്റുള്ളവരെ കുറ്റം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു 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 ലൈൻ ഓഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളും തരം താഴ്ന്ന ആൾക്കാർ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല. നിങ്ങളൊരാളെക്കുറിച്ച് അലിഗേഷൻ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വായി തോന്നി എന്തും വിളിച്ച് പറയാമെന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്ക്. വായിൽ നിന്ന് പോയ സാധനമാണ്, തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വാവിട്ട വാക്കും കൈവിട്ട കോടാലി അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ഇത് തിരിച്ചെടുക്കാൻ പറ്റുമോ നിങ്ങൾ ഈ പറഞ്ഞു വെച്ച സാധനങ്ങൾ? നാളെ നിങ്ങൾ ഇനി എന്ത് വന്ന് മാപ്പ് പറഞ്ഞാലും മക്കളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നല്ല രീതിക്ക് ജീവിക്കുന്ന ഒരു ഭാര്യയോ ഭർത്താവിനോ കപ്പിൾസിനോ ഒന്നും നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല, ക്ഷമിക്കാനും പറ്റത്തില്ല. വെറുത്തുപോയി നിങ്ങൾ ഇതോടുകൂടി. നിങ്ങളുടെ ഭാഗത്തൊരു ന്യായം ഉണ്ടെങ്കിൽ പോലും ആൾക്കാർ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് ഞാൻ അടക്കം നിന്നാലേ. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ട് അടിവരയിട്ട് പറയാം, വെറുത്ത് പോയി എന്ന് പറയാം. ഒരു അമ്മ എന്ന നിലയ്ക്ക് നിങ്ങൾ അമ്മ എന്ന് പറയാനുള്ളൊരു റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇനി ആ കുട്ടികളെ വെച്ചിട്ട് അയാളുടെ കാര്യം പറയാം, അയാൾ എന്തോ വൃത്തിയിട്ടവനായിക്കോട്ടെ. ഈ കുട്ടികളുടെ കസ്റ്റഡി പലപ്പോഴും ഇങ്ങനത്തെ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴേക്കും എപ്പോഴും അമ്മമാരുടെ കൈ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമാരും കുട്ടികളും തമ്മിലുള്ളൊരു ബോണ്ടിങ് ഡിഫറൻ്റ് ആവും. ഒരു നല്ലൊരു പ്രായം വരെ അവർ തിരിച്ചറിവ് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ നല്ലൊരു ഇതാണ്. അപ്പോൾ ആ ഒരു അവരുടെ ഉള്ളിലേക്ക് ഇത്ര വിഷങ്ങൾ കുത്തി വെക്കരുത്, അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ആക്കരുത്, അവർക്കൊരു മെൻ്റൽ ട്രോമ ആക്കി കൊടുക്കരുത്. അതാണ് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തുള്ള സ്ത്രീകളോട് എനിക്ക് പരമപുച്ഛം മാത്രമേ ഉള്ളൂ. സ്വന്തം മക്കളെ വെച്ചിട്ട് മാതിരി ഡ്രാമ കാണിക്കുക, മക്കളെ വെച്ചിട്ട് എൻ്റെ മക്കളോർത്ത് ഞാൻ ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന വെറും ഫ്രോഡുകൾ കുറേ എണ്ണം ഉണ്ട്. നിങ്ങളല്ലാട്ടാ വർഷത്തിൽ കൂട്ടുന്ന കണക്ക് ഒരു 6-7 മാസമായപ്പോഴത്തേക്ക് ഒരു 500 കൂടെ കൂട്ടി. തനിക്ക് വരുമാനം ഇല്ലാത്തതൊന്നുമല്ല, തനിക്ക് ജോലിയുണ്ട്, വേറെ ഭാര്യയോ മക്കളോ വേറെ ഒന്നോ അതെനിക്കറിയത്തില്ല കേട്ടോ. ഇനി അങ്ങനൊന്നും ഇല്ലല്ലോ, തനിക്ക് ഉണ്ടോയെന്ന് എനിക്കറിയത്തുമില്ല. അപ്പം തനിക്ക് ഇത്ര ചിലവൊന്നുമില്ലല്ലോ, സ്വന്തം കുഞ്ഞിന് പോലും കൊടുക്കുക. എന്നിട്ട് ഞാൻ തന്നോട് സംസാരിക്കാൻ വന്നിട്ടില്ല. എൻ്റെ ഉമ്മയുടെ അക്കൗണ്ടിലായി പൈസ വരുന്നത്. അപ്പോഴും തനിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളോ ഞാൻ തന്നെ അടുത്ത് തെർക്കിക്കാനോ വന്നിട്ടില്ല. കാരണം എന്നിട്ട് ഞാൻ ഉമ്മയെടുത്ത് പറയും, എന്തിനാ ഈ നെക്കപ്പിച്ച് 2500 രൂപ മേടിച്ച് ഒരാഴ്ചത്തെ സ്നാക്സ് ഈ കുഞ്ഞുങ്ങളെ നോക്കുന്നവർക്കറിയാം. ഒരാഴ്ചത്തെ സ്നാക്സ് മേടിക്കാൻ പൈസ പോലും തികയത്തില്ലത്. 2500. അപ്പോൾ എൻ്റെ ഉമ്മി പറയുന്നതാ, മൂത്ത കൊച്ചിനോ കൊടുക്കുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം അറിഞ്ഞിട്ടില്ല, ഇവനെങ്കിലും കൊടുത്ത് 2500 2500 കൊടുത്തിട്ട് ആ കുഞ്ഞിനോടുള്ളൊരു ഇല്ല. സജ്നാനൂർ ഈ പറഞ്ഞൊരു കാര്യത്തിൽ 2500 കൊടുത്തിട്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടീനെ വളർത്താനും പറ്റത്തില്ല, അതിനെ എങ്ങും എത്തത്തില്ല. അത് സത്യം തന്നെയാണ്. അങ്ങനത്തെ ഒരു കാശിൻ്റെ ഇൻവോൾവ്മെൻറ്റ് അങ്ങനത്തെ ഒരു സാധനം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അയാളത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചട്ടത്തരം തന്നെയാണ്. കാര്യം അയാളുടെ മക്കൾ തന്നെയാണ്, അയാൾ നോക്കണം, ചിലവിന് കൊടുക്കണം. അത് ഉത്തരവാദിത്വം മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം, പിതാവിൻ്റെ മാത്രമല്ല. ഓക്കെ. പിന്നെ സജിനയുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ ഇന്നലത്തെ ഒരു ഓഡിയോയിൽ പൂക്കുറ്റി 40 ലക്ഷത്തിന് 39 ലക്ഷം കണ്ട് തന്നെന്ന് പറഞ്ഞു. അതൊക്കെ അവിടെ പോയി മക്കൾക്ക് വേണ്ടി ചിലവാക്കി കൂടെ? ഇങ്ങനെ നിം അടിച്ചു മാറ്റുന്ന കാശിൽ അല്ല, അത് കൊടുക്കരുതെന്നാണ് ഞാൻ പറയണത്. ഇങ്ങനെ അനാമത്തായിട്ട് ഉണ്ടാക്കണ ഈ വൃത്തികെട്ട കാശ് മക്കൾക്ക് കൊടുത്ത് തീറ്റിക്കരുതെന്ന് തന്നെയാണ് പറയണത്. അതിലും ഭേദം ഫിറോസ് ഖാൻ്റെ 2500 രൂപ തന്നെ, അതിനൊരു കോടിയുടെ വിലയുണ്ട്. നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണ കാശ് കൊടുക്കാതിരുന്നാൽ നല്ല കാര്യം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നവരും ഉണ്ടേ. ഇങ്ങനെ ഇമാതിരി പരിപാടി ചെയ്ത് കാശ് ഉണ്ടാക്കിയിട്ട് അത് മക്കളെ കൊണ്ട് തീറ്റിക്കുന്ന അലവലാദികളും ഉണ്ട്. ആ പരിപാടി എന്താ എനിക്ക് അറിഞ്ഞുകൂടാ ഇത്രയും കാലം നിങ്ങൾ എങ്ങനെ മക്കളെ വളർത്തിയെന്നുള്ളത്. ഈ കാശിൻ്റെ കണക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അറിയാണ്ട് പറഞ്ഞു പോവുക. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഇങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ വന്നിട്ട് ഫിറോസ് ഖാനെ കുറ്റം പറയാനുള്ള എന്ത് റൈറ്റ്സാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അയാൾ മോശം തന്നെ, നിങ്ങൾ മോശം തന്നെയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ടും വലിച്ച് നാറ്റിച്ച് പണ്ടാറടിക്കി വെച്ചിട്ടുണ്ട്. ഫൈൻ, ഞാൻ അയാളെക്കുറിച്ചുള്ള സീരിയസ് ആയിട്ടുള്ളൊരു കേസ് ഉണ്ട്, അത് ഞാനിപ്പോൾ ഓഡിയോ ഞാൻ വെക്കാം. ഓക്കെ. അതുകൂടി കേട്ടപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നല്ല ബെസ്റ്റ് തന്നെന്നുള്ളത്. ആ മക്കളെ ചൈൽഡ് ലൈനെങ്കിലും ഇടപെട്ടിട്ട് ഇവരുടെ മക്കളെയും പിന്നെ വേറൊരു കുട്ടിയുടെ കേസും ഇതിനകത്ത് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇടപെട്ട് അവരുടെ മെൻ്റൽ ഹെൽത്ത് അവരിതൊക്കെ മാനിച്ചുകൊണ്ട് മാറ്റി വേറെ എവിടെയെങ്കിലും ബോർഡിങ്ങിൽ എവിടെയെങ്കിലും നിർത്തിയാൽ പിള്ളേരെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു മോണിറ്റർ ചെയ്യുക. പോലീസിൻ്റെ ഒരു മോണിറ്ററെങ്കിലും ഉണ്ടാവണമെന്ന് പറയും. ഇത് കാശുള്ള സെലിബ്രിറ്റീസിൻ്റെ കാര്യത്തിലേക്ക് നോക്കരുതെന്നൊന്നുമല്ല. നാളെ ഒരു ന്യൂസ് വന്ന് അത് ഞങ്ങളെപ്പോലുള്ളൊരു വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥ വരരുത്, അല്ലെങ്കിൽ കാണുന്ന ജനങ്ങൾ അതുകൊണ്ട് ഞെട്ടിത്തെരിച്ചിരുന്ന് പോയി എന്നുള്ളൊരവസ്ഥ വരരുത്. അതുകൊണ്ടാണ് പറയണത്, ഇടപെടണം. ചൈൽഡ് ലൈനൊക്കെ ഇടപെട്ടില്ലെങ്കിലേ ഇത് ഭയങ്കര മോശം. എന്തൊരവസ്ഥയെന്ന് ആലോചിക്കണം. ഫിറോസ് ഖാൻ്റെ
17 വയസ്സ് അങ്ങനെയുള്ളൊരു കുട്ടിയായിട്ടുള്ള ഒരു അവിഹിതത്തിൻ്റെ കഥ ഷഫീൻ നബിയുടെ ചാനലിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓഡിയോ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുമുണ്ട്. ആവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ മോളെ? അതിനു മുന്നേ ചെയ്തിട്ടുണ്ടോ വല്ലതും? ഉപയോഗിച്ചിട്ടുണ്ടോ മോളെ? സത്യം പറയാവുള്ളൂ മോനെ, എത്തിയർത്ഥ വേറെ ഒന്നും കള്ളം പറയരുത്. ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളോ മോളെ? ഉപയോഗിച്ചിട്ടുള്ളോ? പിന്നെ ഒരു ഞാനൊരു സത്യമായിട്ടും പറയാ, സെക്ഷലി ആയിട്ട് ഇത് ഫിസിക്കലായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷെ ഞാന് സേഫ് അല്ലല്ലോ. കോണ്ട യൂസ് ചെയ്തിട്ടാ ചെയ്തേക്കുന്നത്? ഇല്ല അതില്ല. ഞാൻ പച്ചക്കറി എനിക്കറിഞ്ഞൂടാ, പക്ഷെ എന്നാലും മോളെ ഫിസിക്കലി യൂസ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇപ്പം നമ്മൾ കേസിന് പോയി കഴിഞ്ഞാൽ അത് ഇനി ഓവറായിട്ട് പോവുകയാണെങ്കിൽ ഇതെന്തായാലും ബോക്സ് ഓഫീസിൽ പോകുമ്പോൾ മോളെ ചെക്ക് ചെയ്യും. മോള് പക്ഷെ കള്ളം പറയരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. മോള് പറയാനുള്ള സത്യസന്ധമായിട്ട് പറയാ. മോളെ എവിടെയും വെളിയിൽ ഞാൻ വീഴത്തില്ല. എന്റെ കയ്യിലാണ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത്. നിങ്ങൾ പോകുന്നത് എന്താ മോനെ? എന്തോടാ? ഹലോ, ഫിറോസിനെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്റെ കയ്യിൽ നിന്ന് എനിക്ക് തെളിവിന് ഇതെല്ലാം എടുത്ത് ഇട്ടേ പറ്റത്തുള്ളൂ. ആരാണെന്ന് എനിക്ക് പറഞ്ഞ് കാണിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. എന്താ മോളെ കേട്ടില്ല? വെറുക്കുന്നത് മോള് അയാളെയാണ്. ഓക്കെ ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട. ഇത്ത കൂടെ ഉണ്ട്, വിഷമിക്കണ്ട കേട്ടോ. ഇത്ത വിളിക്കുമ്പോ എടുക്കണേ മോളൊന്ന്. മോളിപ്പോ എവിടെയാ? ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു കുട്ടിയുടെ വോയിസ് പുറത്ത് വിടാനുള്ള എന്ത് റൈറ്റ്സ് ആണ് സജ്നക്കും അല്ലെങ്കിൽ ഈ പുറത്ത് വിട്ട ആ യൂട്യൂബർക്കും ഉള്ളതെന്ന് ഞാനൊന്ന് ആലോചിച്ച് പോവാം. ഇതിൽ CWC ചൈൽഡ് ലൈൻ എന്തായാലും ഇടപെടണം. പോലീസായാലും സീരിയസ്ലി ഇത് കേസ് എടുക്കേണ്ട വകുപ്പ് തന്നെയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്ത് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. ഇത്രയും വലിയ അപരാധങ്ങൾ ഓരോരുത്തർ കാട്ടിക്കൂട്ടിയിട്ട് ഇവരൊക്കെ മിണ്ടാതിരിക്കുവാണോ? ഒരു പബ്ലിക്കായിട്ട് ഒരു യൂട്യൂബ് ചാനലിൽ സാധനം ഇട്ട് ആ പെൺകുട്ടിയുടെ പേര് ഉൾപ്പെടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമ്മളത് പുറത്ത് വിട്ടിട്ടില്ല പേരൊന്നും. നമുക്കൊരു എത്തിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇത്ര നാണം കെട്ട ജീവിതം ജീവിക്കാൻ വയ്യാത്തതുകൊണ്ട് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ. ആ പെൺകുട്ടി ഭീഷണിപ്പെടുത്തുന്നവരുണ്ട് അതിൻ്റെ അകത്ത്. ഇവർക്ക് ആ പെൺകുട്ടിയായിട്ട് സംസാരിക്കാൻ എന്ത് റൈറ്റ്സ് ഉള്ളത്? ഈ കോൾ റെക്കോർഡ് ചെയ്യാനുള്ള എന്ത് കോൾ റെക്കോർഡ് ചെയ്തോട്ടെ. നാളെ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് കോടതിക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ പോലീസിനോ ഹാൻഡ് ഓവർ ചെയ്യേണ്ട സാധനം പബ്ലിക്കായിട്ടുണ്ട്. എന്ത് റൈറ്റ്സ്, എന്ത് തരംതായെന്ന സ്വഭാവ സജ്ജന നിങ്ങളുടെ ഫിറോസ് ചെയ്തിട്ടുണ്ട്. ഇത് മാനിപ്പുലേറ്റഡ് ആണോ അല്ലെങ്കിൽ സജ്ജനക്ക് പരിചയമുള്ള ആരെങ്കിലും വെച്ച് റെക്കോർഡ് ചെയ്താണോ എന്ന് അറിയില്ല. അല്ലാന്ന് തന്നെ വിശ്വസിക്കാം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇടപെടേണ്ട കേസാണ്. ഇടപെടുമ്പോഴേക്ക് തെളിവുകൾ നോക്കും. സജ്ജനെ പെട്ടു ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഒറിജിനൽ തന്നെ വിശ്വസിക്കാം. ഫിറോസ് ഖാൻ എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. വെറും ചെറ്റാണ് താൻ, വെറും ചെറ്റ, പരച്ചെറ്റ, അത്രേ പറയാനുള്ളൂ. പക്ഷേ എഗെയിൻ ഇത് സജ്ജനയുടെ കേസിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു പെൺകുട്ടിയെടുത്ത് പറഞ്ഞ് എന്താ പറഞ്ഞാൽ ഇത് ഫിറോസായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനിത് പുറത്തിടുന്നു. അതൊരു ഭീഷണിയല്ലായിരുന്നു. ഒരു കുട്ടീനെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു റൈറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാ? അത് ലീഗലി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നൊരു കാര്യവും നിങ്ങൾക്ക് അറിയോ? ആ കുട്ടിയുടെ പാരൻസോ മറ്റോ കാര്യങ്ങളോ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. ഇതൊരു കോൾ റെക്കോർഡായിട്ട് പുറത്തുവിട്ടാണ്. അറിയില്ല അവരുടെ പാരൻസിൻ്റെ സമ്മതത്തോടു കൂടിയാണ് സംസാരിച്ചത്, ഒന്നും അറിയില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, സീരിയസ് ഒഫൻസ് തന്നെയല്ലേ? ഇതിൽ സജിനക്കെതിരെ കേസെടുക്കാനുള്ള വകുപ്പ് എന്തായാലും ഉണ്ട്. അത് എടുക്കണമെന്ന് തന്നെയാണ് പറയണത്. രണ്ടെണ്ണം അതിനെ കൊണ്ട് അകത്തിട്ട് ചവിട്ട് കൂട്ടിയിട്ട് എനിക്ക് ഭ്രാന്തടി മക്കളെ വെച്ചിട്ട് കളിക്കണ കളിയൊന്ന് ആലോചിച്ച് നോക്കി. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിച്ചത്. അവളെ സൗണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അവളുടെ പേര് നിങ്ങൾ പറയുന്നുണ്ട്, കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആ കുട്ടിക്ക് ഒരു ജീവിതം വേണ്ടി. ഇത് കേൾക്കുന്ന കുട്ടിയുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നാണം കെട്ട ഒരു സ്ത്രീയല്ലേ നിങ്ങളിങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിങ്ങളുടെ ഭാഗം തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ഇട്ട് കൊടുക്കുക. എന്തും ചെയ്തോ കുട്ടിയുടെ കാര്യം ഒന്ന് അവോയ്ഡ് ചെയ്ത് വിടാറുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം അത് പോലീസിൽ കറക്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് നിങ്ങൾ പറഞ്ഞു നോക്കുമോ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു, ഞങ്ങൾ പോലീസിൽ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം നിങ്ങൾ എന്താ ചെയ്തു വെച്ചേ? വെരി ബാഡ്. എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റോടുകൂടി സജന നൂറിനെ ഒരു കാരണവശാലും ഞാൻ ഒരു സ്ഥലത്തും സപ്പോർട്ട് ചെയ്യില്ല. കാര്യം അത്രയും മോശമായി പോയി നിങ്ങൾ ചെയ്തു വെച്ചത്. നിങ്ങൾ അപ്പോളജൈസ് ചെയ്യുക. ആ കുട്ടീനോട് ചെയ്തത് നിങ്ങൾ മഹാഭാവം തന്നെയാണ്. പിന്നെ ബാക്കി കേസായിട്ട് തന്നെ പോകണം, അത്രേ പറയുന്നുള്ളൂ. കഷ്ടപ്പെടാ ഇവരെ കൂടി കാണിച്ചു നോക്കുന്ന ഓരോ പിള്ളേരെ ജീവിതം ഇട്ടിട്ടാണ് ഈ തട്ടി കളിച്ചുകൊണ്ടിരിക്കണതെന്ന് ആലോചിച്ച് നോക്കണേ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടണം. അതിങ്ങനെയാണോ മക്കളെ വെച്ചിട്ടാണോ കളിക്കേണ്ടത്? ഒന്നും പറയാനില്ല. ഇവരൊക്കെ കൂടി കാണിച്ചു കൊടുക്കുന്ന അപരാധങ്ങൾ കാരണം എത്ര പേരുടെ ജീവിതം പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് അറിയോ? സോ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ കേട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയാം. ഇനി മക്കളുള്ള അച്ഛനമ്മമാർ മക്കളെ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആൾക്കാർ സമൂഹത്തിലുണ്ട് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക.